മേഖലയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയ ആൾക്കാർക്ക് ഇവിടുത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ വി.ടി. ബൽറാം കൂടി കോൺഗ്രസ് നേതാവിനോടൊപ്പം ഉണ്ട്. ശ്രീ ബൽറാം, താങ്കൾക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് തോന്നുന്ന എന്താണ്? ഒരുതരം ഭയപ്പാടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങേയറ്റം വലിയൊരു ഭീകരാവസ്ഥയാണ്. ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല, പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ വലിയ ഒരു അപകടമൊന്നും ഉണ്ടാവാതെ പോയത് വലിയൊരു ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി എന്നുള്ള അവസ്ഥയാണ്. കാരണം ഇവിടെ പാടമാണ്, ഇത്രയും അധികം ഹൈറ്റ്, ഏതാണ്ട് 10 മീറ്റർ ഹൈറ്റിലാണ് ഇത് കെട്ടിപ്പൊക്കി വെച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇടയിലുള്ള അതിനെ ലോക്ക് ചെയ്യുന്ന തരത്തിൽ ഈ ജിയോ ടെക്സ്റ്റൈലൊക്കെ വെച്ചുകൊണ്ടുള്ള കംപ്രഷനൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നല്ല ഗ്യാപ്പിലാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുകയാണെങ്കിൽ അത് തള്ളും എന്നുള്ളത് അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കോമൺ സെൻസ് ആണ്. ഇപ്പോൾ ടെക്നോളജിയുടെ പ്രശ്നം അവർ ഉന്നയിക്കുന്നില്ല, കാരണം എല്ലായിടത്തും നിർമ്മിച്ചു വരുന്ന ഒന്നാണ്. പക്ഷേ ഇവിടുത്തെ മണ്ണിന് താങ്ങാൻ പറ്റില്ല എന്നൊരു നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി പരിഗണിച്ചില്ല നിർമ്മാണ ഘട്ടത്തിൽ നിന്ന് തോന്നുന്നുണ്ട്. അതെ, ടെക്നോളജി തീർച്ചയായിട്ടും ഓരോ സാഹചര്യത്തിന് അനുസൃതമായിട്ട് തന്നെയാണല്ലോ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഓരോ സ്ഥലത്തെയും സോയിലിൻ്റെ ഘടന കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അതിൻ്റെ മുഴുവൻ സ്പെസിഫിക്കേഷൻസ് ഡിസൈൻ ചെയ്യേണ്ടത്. ആ തരത്തിൽ ഒരു ഡിസൈൻ ഫെയിലിയർ ആയിട്ട് തന്നെ നമുക്കിതിനെ കാണേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു കോമൺ സെൻസ് ആണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഇത് ഉറച്ച മണ്ണാണ്, അതുകൊണ്ട് ഒരുപക്ഷെ ഇത് നിൽക്കും. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് പാടത്ത് പുതുതായിട്ട് മണ്ണിട്ട് ആ ലൂസ് സോയിൽ അത് കോമ്പാക്ട് ചെയ്യാനുള്ള വേണ്ട രീതിയിലുള്ള ശ്രമമൊന്നും നടന്നിട്ടില്ലെങ്കിൽ അവിടെ ഈ മഴക്കാലം ഉണ്ടാകുമ്പോൾ ഈ വെള്ളം പെർക്കുലേറ്റ് ചെയ്താൽ അത് സ്വാഭാവികമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നോക്കൂ, NHAയെ സംബന്ധിച്ച് ഇത്തരം ആളുകൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ, പ്രദേശവാസികളുടെ സമരങ്ങൾ, ആളുകൾ പറയുന്ന കൺസേൺസ്, ഇതിനൊന്നും അങ്ങനെ മുഖവിലേക്കെടുന്ന ഒരു ശീലം അവർക്കില്ല. ഇതിനകത്തും അവർക്ക് എങ്ങനെയാണ് നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റും? അതാണ് ഇതിലെ കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥയായിട്ട് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ വന്നപ്പോഴും എന്നോട് ഇന്നലെയും ഒക്കെ ആയിട്ട് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് ഇത് അവർ എത്രയോ കാലം മുമ്പ് തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം തൊട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ആശങ്ക അത് ഇവർക്ക് പ്രാദേശികമായിട്ട് അവർക്ക് അറിയാവുന്ന കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതുപോലും എന്തുകൊണ്ട് ഇതിൻ്റെ ഇത്രയും കൊലക്കൊമ്പന്മാരായിട്ടുള്ള എഞ്ചിനീയേഴ്സും മറ്റാളുകളും വകവെച്ചില്ല, അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, ആ നിലയിലുള്ള വീഴ്ച ഉണ്ടോ, ഇത് ഓവർലുക്ക് ചെയ്തതാണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ഇത് സമഗ്രമായി തന്നെ ഇതിൻ്റെ എൻറ്റയർ സ്ട്രെച്ചിൽ കേരളത്തിൽ ഇപ്പം 560 കിലോമീറ്റർ ഇത് ചെയ്യുമ്പോൾ ഇത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഒരു സൂചനയായിട്ട് മാത്രമാണ് നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ളത്. കാരണം ആദ്യത്തെ മഴയാണ്, ഇപ്പം തന്നെ ഈ ഹൈവേ തുറന്നു കൊടുത്തിട്ടില്ല, വളരെ ഹെവി കണ്ടെയ്നറുകളും ആ നിലയിലുള്ള ട്രക്ക് ട്രാഫിക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത്രയും അധികം ലോഡ് വരുമ്പോൾ, ഇത്രയധികം മഴ വരുമ്പോൾ അതെങ്ങനെയാണ് അതിനെ ബാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഗുരുതരമായിട്ടുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് ഈ എൻറ്റയർ സ്ട്രെച്ചിൽ കേരളത്തിൽ ഇതിൻ്റെ സുരക്ഷാ നിലവാരവും അതുപോലുള്ള ഗുണനിലവാരവും ഒക്കെ പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ ഉന്നയിക്കപ്പെടുന്നത്. അതായത് ഈ കേരളത്തിലെ വിവിധ മേഖലകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി വന്നിരിക്കുന്ന ആശങ്കകളെ പരിഗണിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. നേരത്തെ പി.കെ. കുഞ്ഞാലിക്കുട്ടി കളക്ടറുടെ യോഗത്തിൽ സംസാരിച്ചുകൊണ്ടും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ സീരിയസ് ആയി കേൾക്കാൻ NHA തയ്യാറാകണമെന്നാണ് ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന്. അതിന് തയ്യാറാകുമോ, അതോ അവരവരുടെ ടെക്നിക്കൽ റീസൺസിൽ പിടിച്ചെന്നുകൊണ്ട് ഇതേ ഈ നിർമ്മാണ മോഡൽ തുടരാനായിരിക്കും ഉദ്ദേശിക്കുക എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം.